വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായവുമായി മഹാത്മാ സ്നേഹക്കൂട്ടായ്മ. മൂപ്പനാട് പഞ്ചായത്തിന്റെ സഹായവും പിന്തുണയും ഉറപ്പുവരുത്തിയ സ്നേഹക്കൂട്ടായ്മ ദുരിതബാധിതർക്ക് റംസാൻ ഗിഫ്റ്റുകൾ നൽകി. വയനാട് ജില്ലയിലെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ പുനരധിവാസത്തിനു വേണ്ടി കഠിന പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദുരന്തത്തിനിരയായ ഉറ്റവരും ബന്ധുക്കളും നഷ്ടപ്പെട്ട അനേകം കുടുംബങ്ങൾക്ക് ഇന്നും ആവശ്യമുള്ള സഹായങ്ങൾ ലഭിക്കുന്നില്ല. ഈ ദുരിതബാധിതരുടെ കഷ്ടത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും യാതൊരു മറുപടിയും ലഭിക്കാതെ വലയുകയാണിവർ. ജീവിക്കാൻ നിത്യചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഈ കുടുംബങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇവര് വാടക കൊടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം. പക്ഷെ അവര് അതുകൊണ്ട് ഇറങ്ങണം എന്നാ പറയുന്നത്. അല്ല, ഇതിന്റെ ഓണത്തിന് ഞങ്ങള് നാഷണൽ ലീഗിന്റെ ആൾക്കാരെ ഞങ്ങൾ നിർത്തിയത്. മഹാത്മാ സ്നേഹക്കൂട്ടായ്മ നടത്തിയ സന്ദർശനത്തിന് ശേഷം മൂപ്പനാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖുമായുള്ള കൂടിക്കാഴ്ചയിൽ അവിടെ കണ്ട ദുരിത ദൃശ്യങ്ങളും അവരുടെ ആവശ്യങ്ങളും ബോധിപ്പിച്ചു. പഞ്ചായത്തിന്റെ സഹായവും പിന്തുണയും ഉറപ്പുവരുത്തുകയും റംസാൻ ഗിഫ്റ്റ് മഹാത്മാ സ്നേഹക്കൂട്ടായ്മ നൽകുകയും ചെയ്തു. ചെയർമാൻ ഷമീർ വളവത്ത്, സെക്രട്ടറി റഫീഖ് ഉസ്മാൻ സെഡ്, മെമ്പർമാരായ മുജീബ് കൊച്ചങ്ങാടി, സൈനുദ്ദീൻ ലത്തീഫ്, ഷീജ സുധീർ, ജാസ്മിൻ പനയപ്പിള്ളി, ജിതിക പ്രേമുണ്ടക്കൈ, ഷുഹൈബ് റിപ്പൺ, മനാഫ് വയനാട്, ഹംസ കലക്കി എന്നിവർ പങ്കെടുത്തു. രണ്ടാമത് നമ്മൾ ഇവരെ സന്ദർശിക്കാൻ വന്നപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം 7 മാസമായി ഇപ്പോഴും ഇവരുടെ എല്ലാം കരച്ചിലാണ് നമുക്ക് കഴിച്ചത്. ഗവൺമെന്റ് ആണെങ്കിലും എല്ലാ അധികാരപ്പെട്ട ആളുകളാണെങ്കിലും ഇവരെ പോലുള്ള ആളുകളെ തിരിഞ്ഞു നോക്കാണ്ടിരുന്നു. ഈ നടന്നതിനേക്കാൾ ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പൊ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ രോഗിയായിട്ട് പോലും മെഡിസിൻ വാങ്ങാനുള്ള ഫണ്ട് പോലും ഇല്ലാത്ത സാഹചര്യം. ഈ അധികാരികൾ കണ്ണു തുറന്നില്ല, ജനങ്ങൾക്ക് മുന്നിൽ കണ്ണു തുറക്കേണ്ട അവസ്ഥകൾ വരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.